വെൽക്കം ടു അബീക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. ഭക്ഷണം ധൃതി പിടിച്ച് കഴിക്കരുതേ, സമയത്തോടൊപ്പം ആയുസ്സും കൂടി പോകും. ഇന്നത്തെ കാലത്ത് എല്ലാം വളരെ വേഗത്തിലാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നിന് സമയമില്ലാത്ത അവസ്ഥയിലൂടെ പലരും കടന്നു പോകുന്നു. അതിന്റെ ഫലമായി ഭക്ഷണം കഴിക്കുന്നത് പോലും പലരും ധൃതി കാണിക്കുന്നുണ്ട്. യാത്രക്കിടയിൽ ഭക്ഷണം കഴിക്കുന്നതും പലപ്പോഴും എന്താണെന്ന് പോലും ഓർക്കാതെ കഴിക്കുന്നതും എല്ലാം നമുക്ക് ചുറ്റും കാണുന്നു. ഇത്തരം കാര്യങ്ങൾ വളരെ നിസ്സാരമായി കാണുന്നവരോട് നിങ്ങളുടെ ആരോഗ്യമാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഓർക്കേണ്ടത്. നാം ഭക്ഷണം കഴിക്കുന്ന വേഗതയും നമ്മുടെ ആരോഗ്യത്തെയും ആയുസ്സിനെയും സ്വാധീനിക്കുന്നു എന്നതാണ് സത്യം. ഇതിനെക്കുറിച്ച് പോഷകാഹാര വിദഗ്ധർ പല കാര്യങ്ങളും പങ്കുവെക്കുന്നു. ചിലപ്പോൾ നാം കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന വേഗതയും കൂടുതലാവുന്നത് മൂലം വേണ്ട രീതിയിൽ ഗുണപ്രദമാവാതെ പോകുന്നു. എന്നാൽ എന്തുകൊണ്ടാവാം പെതുക്കെ കഴിക്കണമെന്ന് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. കൂടുതൽ അറിയാനായി പോകാം വീഡിയോയിലേക്ക്. എന്ത് കിട്ടിയാലും വളരെ വേഗത്തിൽ കഴിച്ചു തീർക്കുന്ന ശീലമുണ്ടോ എങ്കിൽ സൂക്ഷിച്ചോളൂ. നിങ്ങൾ കടുത്ത ആരോഗ്യ പ്രശ്നത്തിലേക്കാണ് വഴി തുറന്നു കൊടുക്കുന്നത്. വേഗത്തിൽ ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ എന്തുകൊണ്ടാണ് ആ ശീലം അവസാനിപ്പിക്കേണ്ട എന്നാണ് ഇവിടെ പറയുന്നത്. പെതുക്കെ ഭക്ഷണം കഴിക്കുന്നതിന്റെ പിന്നിലെ ശാസ്ത്രം. നാം വേഗത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അത് നമ്മുടെ വിശപ്പിനെ പെട്ടെന്ന് ഇല്ലാതാക്കുന്നു. ഇതിന്റെ ഫലമായി പലപ്പോഴും ശരീരം പ്രകടിപ്പിക്കുന്ന ചില ലക്ഷണങ്ങളെ നാം അവഗണിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും ആമാശയത്തിൽ നിന്ന് തലച്ചോറിന് വയറ് നിറഞ്ഞു എന്ന സിഗ്നൽ ലഭിക്കാൻ ഏകദേശം 20 മിനിറ്റ് എടുക്കുമെന്നാണ് ഗവേഷകർ സൂചിപ്പിക്കുന്നത്. എന്നാൽ പെട്ടെന്ന് കഴിക്കുമ്പോൾ ഇതിന് സാധിക്കാതെയും വരുന്നു. പക്ഷെ സാവധാനം ഭക്ഷണം കഴിക്കുന്നതിലൂടെ ഈ സിഗ്നലുകൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കുകയും അതുവഴി അമിത ഭക്ഷണത്തെ പ്രതിരോധിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. മികച്ച ദഹനത്തിന്. അതുകൂടാതെ പെതുക്കെ ഭക്ഷണം കഴിക്കുന്നത് മികച്ച ദഹനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ആഹാരം നല്ലതുപോലെ ചവച്ചരച്ച് കഴിക്കുമ്പോൾ മാത്രമേ അത് ചെറുതായി വിഘടിക്കുകയും അതുവഴി എൻസൈംസുകൾ അവയെ ദഹിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യുകയുള്ളൂ. കൂടാതെ ഇത് ശരീരത്തിലെ മെച്ചപ്പെട്ട പോഷകാകരണത്തെയും ഭക്ഷണത്തിന് ശേഷം ഉണ്ടാകുന്ന അസ്വസ്ഥതകൾക്ക് പരിഹാരം കാണുന്നതിനും സഹായിക്കുന്നു. പലരിലും ഭക്ഷണത്തിന് ശേഷം വയറുവേദനയും ദഹന പ്രതിസന്ധികളും ഉണ്ടാകുന്നു. ഇതിനെയെല്ലാം പരിഹരിക്കാൻ ഇതുവഴി സാധിക്കും. മനഃശാസ്ത്രപരമായ നേട്ടങ്ങൾ. ഭക്ഷണം പെതുക്കെ കഴിക്കുന്നത് വഴി അത് നിങ്ങളുടെ ശരീരത്തിന് ചില മാനസിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു. ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുക എന്നത് തന്നെയാണ് ആദ്യത്തെ കാര്യം. ഇത് കൂടുതൽ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നതും അതുവഴി ആസ്വാദനത്തിനും സഹായിക്കുന്നു. കൂടാതെ ശരീരത്തിന്റെയും നാവിന്റെയും സെൻസറി അനുഭവത്തെ മികച്ചതാക്കുകയും ചെയ്യുന്നു. വിശപ്പിനനുസരിച്ച് ഭക്ഷണം കഴിക്കുന്നതും അമിത ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിനും സാധിക്കുന്നു. ശ്രദ്ധിക്കേണ്ടത്. പെതുക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒരു ടൈമർ സജ്ജമാക്കുക എന്നാണ്. ഇത് മാത്രമല്ല ഓരോ ഭക്ഷണത്തിന് 20 മിനിറ്റ് എങ്കിലും ചുരുങ്ങിയത് ചെലവാക്കുക എന്നതാണ്. ചെറുതായി സംസാരിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം. മാത്രമല്ല നല്ലതുപോലെ ചവച്ചരച്ച് വേണം ഭക്ഷണം കഴിക്കുന്നത്. ഇത് ദഹനത്തെ സഹായിക്കുക മാത്രമല്ല നിങ്ങളുടെ ഭക്ഷണത്തിന്റെ രുചിയും വർദ്ധിപ്പിക്കുന്നു. വേഗത മാറ്റുമ്പോൾ. ഭക്ഷണം കഴിക്കുന്ന വേഗതയിൽ മാറ്റം വരുത്തുന്നത് നിങ്ങളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി തന്നെ ബാധിക്കുന്നു. പലപ്പോഴും ഇത് കൂടുതൽ അസ്വസ്ഥതകളിലേക്കും ദഹന പ്രശ്നങ്ങളിലേക്കും നിങ്ങളെ എത്തിക്കുന്നു. പലപ്പോഴും ആരോഗ്യകരമായി ഇരിക്കുന്നതിൽ ഭക്ഷണം കഴിക്കുന്ന രീതി പോലും വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അടുത്ത തവണ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ പെതുക്കെ ഭക്ഷണം കഴിക്കുന്നതിനായി ഓർക്കുക. തിരക്ക് നിറഞ്ഞ ജീവിത സാഹചര്യത്തിൽ ഭക്ഷണം കഴിക്കാനായി കൃത്യമായി സമയമൊന്നും പാലിക്കാത്തവരാണ് ഒട്ടുമിക്ക ആളുകളും. സമയമില്ലാത്ത ഇത്തരം അവസരങ്ങളിൽ ഭക്ഷണ കാര്യങ്ങൾ ആരും വലിയ ശ്രദ്ധയൊന്നും പുലർത്താറുമില്ല. കിട്ടുന്ന ഭക്ഷണം എത്രയും പെട്ടെന്ന് കഴിച്ചു തീർത്ത് അടുത്ത പണിക്ക് പോകാം എന്ന നിലപാടാണ് എല്ലാവർക്കും ഉള്ളത്. നമ്മുടെ ആരോഗ്യത്തെ നേരാവണ്ണം നിലനിർത്തിക്കൊണ്ട് ശരീരത്തെ പരിപോഷിപ്പിക്കാൻ മാത്രമുള്ള ഒരു ഉപാധിയാണ് ഓരോ നേരമുള്ള ഭക്ഷണവും എന്നതാണ് പലരുടെയും അബദ്ധധാരണ. ആളുകൾ തിടുക്കത്തോടെ ഭക്ഷണം കഴിക്കുമ്പോഴും കഴിച്ച ഭക്ഷണം തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ അറിഞ്ഞോ അറിയാതെയോ നിർബന്ധപൂർവ്വം അടുത്തത് വായിലേക്ക് എടുത്തു വെക്കാൻ തുടങ്ങുമ്പോഴുമെല്ലാം നിങ്ങളുടെ ആരോഗ്യത്തെ ഇത് ഒന്നിലധികം രീതിയിൽ ദോഷകരമായി ബാധിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുന്നുണ്ടോ? ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.